പ്രൗഢമായ ഈ സമ്മേളനത്തിന് അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഉണ്ണീൻകുട്ടി മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ബഹുമാന്യരായ സംഘടനാ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടിയാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും നടത്താൻ ഉദ്ദേശിക്കുകയും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയും ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ ചരിത്രവും സാധാരണ മനുഷ്യരുടെ ചരിത്രത്തിൽ നിന്ന്, അവരുടെ നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായി നിൽക്കുന്നു. അതേ അവസരത്തിൽ ശരിയായ നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുകയും യാഥാർത്ഥ്യബോധത്തോടുകൂടി മാത്രം ചിന്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും മതവിശ്വാസികളാണ്. ഞാൻ വായിച്ചൊരു കണക്കോർക്കുന്നു, ലോകത്തുള്ള മനുഷ്യരിൽ 92% ആൾക്കാരും മതവിശ്വാസികളാണ്. ഒരു ചെറിയ ശതമാനം മാത്രമേ മതനിഷേധികളായി ലോകത്തുള്ളൂ. എന്നാൽ മതവിശ്വാസികളിലധികവും മതത്തിൻ്റെ യഥാർത്ഥമായ അന്തസ്സത്ത ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ വളരെ കുറവാണ്. അതിലേറ്റവും പ്രധാനമായി മതത്തിൻ്റെ യഥാർത്ഥ വശത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണങ്ങളിലൊന്ന് മതവിശ്വാസികളായ ആൾക്കാരിൽ, ആ മതം ഉൾക്കൊള്ളുന്നവരിൽ, ആ മനുഷ്യന്മാരിൽ ദിവ്യത്വം ആരോപിക്കുകയും ആ ദിവ്യത്വത്തിൻ്റെ പേരിൽ അവർക്ക് അസാധാരണമായ ചില ഗുണങ്ങളും കഴിവുകളുമുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അംഗീകരിക്കുന്നത് ഏറ്റവും ലളിതമായ മാർഗത്തിൽ, ഏറ്റവും എളുപ്പമാർഗത്തിൽ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയാണ് എന്ന വിശ്വാസമാണ്. എന്നാൽ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ നിലപാടിനെതിരാണ്. പക്ഷേ മതവിശ്വാസികളിലധികവും എന്തെങ്കിലും ഒരു അസാധാരണത്വം,
ജനങ്ങളിലുണ്ടാകണം. ആ നിലക്കുള്ള ആൾക്കാരെ ആയിരിക്കണം പ്രവാചകന്മാരായി വരേണ്ടത് എന്ന് വരെ അവർ ചിന്തിച്ചിരുന്നു. ഖുർആൻ തന്നെ പറയുന്നു, ഖാലത്തുലഹും റുസുലുഹും ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞു, അവർക്കെതിരിൽ അവരുടെ ജനവിഭാഗങ്ങൾ ആക്ഷേപിച്ചു, ഇവർ ഞങ്ങളെപ്പോലത്തെ മനുഷ്യരാണല്ലോ, ഞങ്ങളെ നന്നാക്കാൻ ഇവരെന്ത് വന്നിട്ട് കാര്യം? പ്രവാചകന്മാർ പറഞ്ഞു, ഖാലത്തുലഹും റുസുലുഹും ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി വമാ കാന ലനാ അൻ നഅതിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖാലത്തുലഹും റുസുലുഹും, പ്രവാചകന്മാർ അവരെ പ്രബോധിതരോടെല്ലാം പറഞ്ഞു, ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യപ്രകൃതിയുള്ള മനുഷ്യർ മാത്രമാണ്. ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി. എന്നാൽ അല്ലാഹു മാനവരാശിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുഗ്രഹം നൽകി. ആ ചുമതല ഞങ്ങളെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വമാ കാന ലനാ അൻ നഅതിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, പടച്ച തമ്പുരാന്റെ അനുവാദപ്രകാരമല്ലാതെ അസാധാരണമായ ഒന്നും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അവരുടെ കഴിവിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ട് ബാക്കിയെല്ലാം അല്ലാഹുവിൽ മാത്രം അവലംബിക്കണം, അവനിൽ മാത്രം തവക്കുൽ ചെയ്യണം. പ്രവാചകൻ ഒന്നുകൂടി പറഞ്ഞു, വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹി വഖദ് ഹദാനാ സുബുലനാ വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ ഫഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹുവിൽ വരമേൽപ്പിച്ചുകൂടാ? വഖദ് ഹദാനാ സുബുലനാ, അവനാണ് ഈ യഥാർത്ഥ മനുഷ്യ പുരോഗതിയുടെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ, ഞങ്ങളുടെ ഈ ദൗത്യ നിർവഹണത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന, പ്രബോധിതരുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ പ്രയാസങ്ങളെയും ഞങ്ങൾ ക്ഷമിക്കും, സഹിക്കും. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അതുകൊണ്ട് പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടവർ ഭരമേൽപ്പിക്കട്ടെ. ഞാനിത് സൂചിപ്പിക്കുന്നത് ലോകത്ത് ബഹുഭൂരിഭാഗവും മതവിശ്വാസികളാണ്. മതവിശ്വാസികളിലധികവും അവരുടെ മതവിശ്വാസത്തിൻ്റെ അടിത്തറ കുറുക്കുവഴിയിലൂടെ നേട്ടങ്ങൾ നേടാൻ മതാചാര്യന്മാരെ അംഗീകരിക്കുക എന്നതാണ്. എന്നാൽ ഇസ്ലാം മതത്തിൻ്റെ പ്രബോധനവുമായി വന്നത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരാണ്. ആ അമ്പിയാക്കന്മാരിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെ പ്രപഞ്ചനാഥനായ അള്ളാഹു തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ, മനുഷ്യ സമൂഹത്തിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് അള്ളാഹു ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. അസീസുൻ അലൈഹി, ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രബോധിതരായ നിങ്ങൾ വിഷമിക്കുന്നതിനെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കഠിനമായി വിഷമിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളുടെ അഭിവൃദ്ധിയിൽ നിങ്ങളെക്കാളും താല്പര്യമുണ്ട് അദ്ദേഹത്തിന്, അതീവ താല്പര്യവും ദയാലുവുമാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് ഓരോരുത്തർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുമൊക്കെ നമ്മുടെ യഥാർത്ഥമായ പുരോഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഹരീസുൻ അലൈക്കും, അത്യാഗ്രഹമുള്ള വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏതൊരു മനുഷ്യനും തൻ്റെ സമൂഹവുമായി ഇടപഴകുമ്പോൾ ഒന്നാമതായി വേണ്ടത്
ആ സമൂഹത്തിൻ്റെ നാനോന്മുഖങ്ങളായ മണ്ഡലങ്ങളിൽ അഭിവൃദ്ധിയും ആശ്വാസവും പുരോഗതിയും ഉണ്ടാകണം. ആ പ്രബോധിതരായ ജനവിഭാഗങ്ങൾ വിഷമിക്കുന്നത് അസീസുൻ അലൈഹി മാ അനീത്തും, നമ്മൾ വിഷമിക്കുന്നതിനേക്കാൾ നമ്മുടെ കാര്യത്തിൽ പ്രവാചകന് വിഷമമുണ്ട്. അസീസുൻ അലൈഹി മാ അനീത്തും, നമ്മൾ വിഷമിക്കുന്നതിനേക്കാൾ നമ്മുടെ കാര്യത്തിൽ പ്രവാചകന് വിഷമമുണ്ട്. നമ്മുടെ പുരോഗതിയിൽ നമ്മളെക്കാൾ ആഗ്രഹവും താല്പര്യവുമുണ്ട്. ഈ ആഗ്രഹവും താല്പര്യവും പദങ്ങളിൽ ഒതുക്കി നിർത്തുകയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. മക്ക എന്ന രാജ്യത്ത് ജനിച്ച് ആ രാജ്യത്ത് വളർന്ന് 40 വയസ്സുവരെ രാജ്യത്തെ മുഴുവൻ ആൾക്കാരുടെയും സ്നേഹവും ആദരവും വാത്സല്യവും വിശ്വാസവും ആർജിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വന്തം പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടുമാണ് അള്ളാഹു അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ ഒരു സുദീർഘമായ വചനത്തെ പുരസ്കരിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അൽ അംസാലുൻ നൂറാനിയ്യ എന്നൊരു കൃതി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പൗരാണികരും ആധുനികരുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് അള്ളാഹു ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി പ്രത്യേകം പ്ലാൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹു യജ്അലു റിസാല, ഈ മഹത്തായ ദൗത്യ നിർവഹണം ഏറ്റെടുക്കാൻ സൃഷ്ടിപരമായും പ്രത്യേകമായ അനുഗ്രഹത്തോടുകൂടിയും അള്ളാഹു വളർത്തിയെടുത്ത വ്യക്തി തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ 40 വയസ്സ് മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ താൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ എന്തുമാത്രം സൂക്ഷ്മതയും ശ്രദ്ധയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ്റെ ആ 23 കൊല്ലത്തെ ചരിത്രത്തിൽ നിന്ന് സൂര്യപ്രകാശം പോലെ വ്യക്തമാവുന്ന സംഗതിയാണ്. തന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, ആ പ്രബോധന ചുമതല ആരംഭിക്കുന്നത് ഒന്നാമതായി തൻ്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തുടങ്ങുന്നു. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന, നാട്ടുപ്രധാനിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുടങ്ങുന്നു. അതേപോലെ തന്നോടൊപ്പം വളർന്നിരുന്ന അലി ഇബ്നു അബീ താലിബ് എന്ന ആ കുട്ടിയിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ ചെറിയ ചെറിയ തോതിൽ തുടങ്ങി 23 വർഷമായപ്പോഴേക്ക് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിന് പുറകെ ഒന്നായി അനുഭവിക്കുന്നു. പക്ഷേ മനസ്സിൽ ഒട്ടും നിരാശ വരുന്നില്ല. ലക്ഷ്യബോധത്തിൽ നിന്ന് അണുമണിത്തൂക്കം പുറകോട്ട് പോകുന്നില്ല. വിശ്വാസം സ്വീകരിച്ചവരും ഏറെക്കുറെ അതിനൊപ്പത്തിനൊപ്പമായി നീങ്ങുന്നു. അവർ രാജ്യത്ത് വിശ്വാസം സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അയൽ രാജ്യങ്ങളിലേക്ക് ഹിജ്റ പോകുന്നു. സാധാരണക്കാരൻ മാത്രമല്ല, രാജ്യത്തെ പ്രധാനികൾ വരെ ഹിജ്റ പോകുന്നു. അക്കൂട്ടത്തിൽപ്പെടുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തൻ്റെ പ്രിയമകൾ റുഖിയ്യ റളിയല്ലാഹു അൻഹ അടക്കം രാജ്യം വിട്ടു. ഞാനിത് സൂചിപ്പിക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും ഒരാവശ്യമോ താല്പര്യമോ മുമ്പിൽ വെച്ചുകൊണ്ടായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനവും പ്രവർത്തനവും ആരംഭിച്ചത്. തന്നിൽ വിശ്വാസം ഉൾക്കൊണ്ടവരും അദ്ദേഹത്തോടൊപ്പം ഒപ്പത്തിനൊപ്പം ഈ നിലപാടുമായി മുന്നോട്ട് നീങ്ങുകയാണ്. യാതൊരു വീഴ്ചയുമില്ലാതെ സൂക്ഷ്മതയുടെ അങ്ങേയറ്റം പാലിച്ചുകൊണ്ട്, ഒരു വികാരത്തള്ളിച്ചക്കും അടിമപ്പെടാതെ
കൃത്യമായ നിലപാടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് നീങ്ങുന്നു. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, എപ്പോഴും മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു വെച്ചുകെട്ടിൻ്റെ പുറംപോച്ച് അതിന് വേണമെന്നാണ് ബഹുഭൂരിഭാഗം ആൾക്കാരുടെയും ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തിൻ്റെ മുമ്പിൽ അണുമണിത്തൂക്കം പതറാതെ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഖുൽ, മുഹമ്മദ് നബി പറഞ്ഞേക്കൂ, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നീ മലക്കുൻ ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ. ഖുൽ, പ്രവാചകൻ പറഞ്ഞേക്കൂ, ലാ അഖൂലു ലക്കും, എൻ്റെ പ്രബോധിതരായ നിങ്ങളോട് ഞാൻ പറയുന്നില്ല, ഇൻദി, എൻ്റെ അധീനത്തിലാണ്, ഖസാഇനുല്ലാഹ്, പടച്ചവൻ്റെ ഖജനാവിലെ എല്ലാ സമ്പത്തും അഭിവൃദ്ധിയും എൻ്റെ അധീനത്തിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയില്ല, പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യങ്ങളൊന്നും പ്രവചിക്കാൻ പറയാൻ എനിക്ക് കഴിയില്ല. വലാ അഖൂലു ലക്കും ഇന്നീ മലക്കുൻ, ഞാൻ അള്ളാഹുവിൻ്റെ ദിവ്യനായ ഒരു മലക്കിൻ്റെ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എൻ്റെ ദൗത്യം ഒന്നു മാത്രമാണ്. ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിങ്കൽ നിന്ന് മനുഷ്യവർഗത്തെ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത് മാത്രവും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പിന്തുടരുക എന്നതുമാണ് എൻ്റെ ചുമതല. ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ, കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും ഒരുപോലെയാണോ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ മതവിശ്വാസികളെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ഈ അസാധാരണത്വത്തിൻ്റെ ഭാവവും രൂപവുമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണുമണിത്തൂക്കം ബാധിച്ചിട്ടില്ല. ലോകത്ത് വന്ന പരിഷ്കർത്താക്കളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു ഈ നിലപാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും മനുഷ്യരിൽ പലരും മതവിശ്വാസം സ്വീകരിക്കുന്നത് ചില വ്യക്തികളുടെ ദിവ്യമായ ഗുണങ്ങളെയും കഴിവുകളെയുമൊക്കെ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ച് പ്രസിദ്ധം ചെയ്തുകൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദൗത്യ നിർവഹണത്തിൽ അണുമണിത്തൂക്കം ഈ നിലപാടില്ല. ഖജനാവിൻ്റെ താക്കോൽ എൻ്റെ അടുത്തില്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആവശ്യാനുസരണം പറഞ്ഞു തരാനുള്ള മറഞ്ഞ വിവരവും എനിക്കില്ല. എൻ്റെ ചുമതല ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് സന്ദേശമായി ലഭിച്ച ആ സന്ദേശം ഞാൻ പിന്തുടരുന്നു എന്ന് മാത്രം. ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ, കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും ഒരുപോലെയാണോ? മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളുടെ കൂരിരുട്ടിൽ ദിവ്യമായ വെളിച്ചം പ്രകാശനം ചെയ്യുകയാണ് ഞാൻ. അത് കണ്ണടച്ചിരുന്നത് കൊണ്ട് അതാരിലേക്കും എത്താതെ മരിക്കുമെന്നാരും വിചാരിക്കണ്ട. അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരാശിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ആശയം തൻ്റെ ഇടവും ബുദ്ധിയുമുള്ള ഏതൊരാൾക്കും സ്വീകരിക്കാൻ ഒട്ടും പ്രയാസമല്ല ഉള്ളതല്ല. ഖുർആൻ ചോദിക്കുന്നു, ഖുൽ ഗൈറല്ലാഹി അത്തഖിദു വലിയൻ ഫാത്തിരിസ് സമാവാതി വൽ അർളി വഹുവ യുത്ഇമു വലാ യുത്അമു ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം. ഖുൽ, പ്രവാചകൻ പറഞ്ഞേക്കൂ, അഗൈറല്ലാഹി അത്തഖിദു വലിയ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ അല്ലാതെയാണോ നിങ്ങൾ രക്ഷകരായി അവലംബിക്കുന്നത്? ഫാത്തിരിസ് സമാവാതി വൽ അർളി, ഉപരിഗോളങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് നിലനിർത്തുന്ന രക്ഷിതാവായ അല്ലാഹുവിനെ അല്ലാതെയാണോ നിങ്ങൾ രക്ഷകരായി അവലംബിക്കുന്നത്? വഹുവ യുത്ഇമു വലാ യുത്അമു,
ഈ ഭൂമുഖത്തെ മുഴുവൻ ചരാചരങ്ങൾക്കും ഭക്ഷണം നൽകുന്നതും പാനീയം നൽകുന്നതും അവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. പ്രവാചകൻ പ്രഖ്യാപിക്കൂ, ഇന്നി ഉമിർതു, സൃഷ്ടാവ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ അകൂന അവ്വല മൻ അസ്ലമ, ഈ നിലപാട് പ്രഥമമായി സ്വീകരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഈ വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുന്നത് മനുഷ്യ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നിയോഗിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷ ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ ഖുർആൻ പറയുന്നത്, ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ. എന്നോട് ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അല്ലാഹുവിനെ, ഉപരിഗോളങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ഭക്ഷണവും സൗകര്യവും എല്ലാ ചരാചരങ്ങൾക്കും നൽകിയ ആ റബ്ബിനെ മൗലികമായി അംഗീകരിക്കണം. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ആ രക്ഷകനും സംരക്ഷകനും സൃഷ്ടാവുമായ രക്ഷിതാവിൻ്റെ അധികാരാവകാശങ്ങളിൽ ഒരു സൃഷ്ടിക്കും പങ്കു ചേർക്കാൻ പാടില്ല. എന്തിനാണിത് പറയുന്നത്? ഖുൽ, മുഹമ്മദ് നബി പ്രഖ്യാപിക്കൂ, പറയൂ, ഇന്നി അഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ അലീം. ഈ ദൗത്യ നിർവഹണം ഞാൻ നിർവഹിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ഗൗരവമായ ശിക്ഷ എന്നെയും ബാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനവും പ്രവർത്തനവും വ്യക്തിത്വവും ഈ അടിസ്ഥാന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്. എന്നിൽ ദിവ്യമായ ഒന്നുമില്ല, എനിക്ക് തന്നെയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. ഇന്നി അഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ അലീം. അള്ളാഹുവിൻ്റെ ഗൗരവമായ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ, സൃഷ്ടാവിനെ രക്ഷകരായി കാണണം. അവൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കണം. എൻ്റെ നിലപാടതാണ്, ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ. ഒന്നാമതായി ഈ തത്വം ജീവിതത്തിൽ പാലിക്കാനും പുലർത്താനും അംഗീകരിക്കാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനത് ഒന്നാമത് സ്വീകരിക്കുന്നു. നിങ്ങളും ഇത് സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ഈ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ പടച്ച തമ്പുരാൻ്റെ ശിക്ഷ നിങ്ങളെയും എന്നെയും ഒരുപോലെ ബാധിക്കും. അല്ലാതെ വേറെ അസാധാരണമായ ഒന്നും എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ എല്ലാ പാപഭാരങ്ങൾ ചുമക്കാനും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു മധ്യവർത്തിയായി വർത്തിക്കാനുമൊന്നും പടച്ചവൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. എനിക്കത് ചുമതലയുമില്ല, എനിക്കതൊട്ട് സാധ്യവുമല്ല. വമാ ജഅൽനാക അലൈഹിം ഹഫീള വമാ അൻത അലൈഹിം ബിവകീൽ. അങ്ങനെ നിങ്ങളിലൊരു സുരക്ഷിതത്വത്തിൻ്റെ കവചമായി വർത്തിക്കാൻ, ദിവ്യമായ ഒരു സുരക്ഷിതത്വത്തിൻ്റെ കവചമായി വർത്തിക്കാൻ പടച്ചവൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. വമാ അൻത അലൈഹിം ബിവകീൽ. ഈ നിലക്കുള്ള ദൗത്യ നിർവഹണത്തിൻ്റെ ബാധ്യതയും എനിക്കില്ല. എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യൻ്റെ മനസ്സ് പരിശുദ്ധമാകണം. ആ പരിശുദ്ധമാകുന്നതിന് കുറുക്കുവഴികളൊന്നുമില്ല, വളഞ്ഞ വഴികളൊന്നുമില്ല. ഒരു നിലക്കുള്ള കാപാഢ്യത്തിൻ്റെ അണുമണിത്തൂക്കവും എന്നിലില്ല. ഞാൻ അവ്വലു മൻ അസ്ലമ, ഒന്നാമതായി ഞാനിത് സ്വീകരിക്കുന്നു, നിങ്ങളോടൊക്കെ അത് സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഭൂമുഖത്ത് കാണുന്ന എല്ലാ കൃത്രിമത്വത്തിൻ്റെയും പ്രേരക ശക്തി മതവിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കൃത്രിമത്വങ്ങളും പ്രവർത്തനങ്ങളുമാണ്. ഈ നിലപാടിൽ നിന്ന് മാനവരാശിയെ മുഴുവൻ മോചിപ്പിക്കുക എന്നതാണ് എൻ്റെ ചുമതല. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഉം അനിൽ മുൻകരി വയുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ النൂറ الذي ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
പ്രവാചകൻ എന്ന നിലക്ക് തൻ്റെ ആദർശ നിലപാട് ഇങ്ങനെയാണ്. തൻ്റെ പ്രവർത്തന നിലപാട് എന്ത്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, മനുഷ്യവർഗത്തോട് പൂർണ്ണമായ പുരോഗതി ഉണ്ടാകണമെന്ന 100% ആത്മാർത്ഥതയോടുകൂടി യഅ്മുറുഹും ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അവരെ പ്രേരിപ്പിക്കുന്നു. വയൻഹാഹും അനിൽ മുങ്കർ, നിഷിദ്ധമായ കുറ്റകരമായ ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് മാനവരാശി മാറി നിൽക്കണം എന്ന് കൽപ്പിക്കുന്നു. വയുഹല്ലു ലഹുമുത് തയ്യിബാത്ത്, മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ഗുണകരമായ പോഷകധാന്യമുള്ള പോഷകമൂല്യങ്ങൾ അനുവദിക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ധാർമ്മികതക്കും നിരക്കാത്ത എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നു. മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും മനുഷ്യരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള എല്ലാ തരം ഭാരങ്ങളെയും വയലഅൻഹും ഇസ്റഹും, പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭരണകൂടങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ മേലിൽ കെട്ടിവെച്ചിട്ടുള്ള എല്ലാ ഭാരങ്ങളെയും താഴെയിറക്കി വെക്കുന്നു. വല്ലഗ്ലാലല്ലത്തി കനത്ത് അലൈഹിം, മാനവരാശിയുടെ ഗുണത്തിനെതിരിൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭരണകൂടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിയുന്നു. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ദൗത്യ നിർവഹണത്തിലൂടെ ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും പ്രവാചകന് പിന്തുണ നൽകുകയും പ്രവാചകനെ സഹായിക്കുകയും വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദിവ്യമായി ലഭിക്കുന്ന ആ സന്ദേശങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നവരാരാണോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അപ്പോൾ മനുഷ്യ സമൂഹത്തെ പൂർണ്ണമായ അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട് അണുമണിത്തൂക്കം കൃത്രിമമില്ലാതെ പൂർണ്ണമായി മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭരണകൂടങ്ങളും മനുഷ്യൻ്റെ പുരോഗതിക്കെതിരിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള എല്ലാ കൃത്രിമത്വങ്ങളെയും അഴിച്ചുമാറ്റി ഭാരങ്ങളെ താഴെയിറക്കി വിജ്ഞാനത്തിൻ്റെ പ്രഭയിലൂടെ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നു, എല്ലാ വിഭാഗം മനുഷ്യരെയും. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുളൈഫു ഫിൽ അർളി വനജഅലുഹും അഇമ്മത്തൻ വനജഅലുഹുമുൽ വാരിസീൻ. പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭരണകൂടങ്ങളുമൊക്കെ മനുഷ്യരുടെ മേലിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഭാരങ്ങളെ അഴിച്ചു മാറ്റിക്കൊണ്ട് പ്രവാചകന്മാരുടെ ദൗത്യത്തിലൂടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ദൗത്യ നിർവഹണത്തിലൂടെ വനുരീദു നാം ഉദ്ദേശിക്കുന്നു അന്നമുന്ന അലല്ലദീന സ്തുളൈഫു ഫിൽ അർളി, ഭൂമിയിലെ മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗങ്ങൾക്ക് നന്മ ചൊരിയാനാണ് നാം ഉദ്ദേശിക്കുന്നത്. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുളൈഫു ഫിൽ അർളി വനജഅലുഹും അഇമ്മത്തൻ വനജഅലുഹുമുൽ വാരിസീൻ, മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗത്തെ മാതൃകായോഗ്യരായ മനുഷ്യരാക്കി വളർത്തിയെടുക്കുകയും ഭൂമിയുടെ അനന്തരാവകാശികളാക്കി പരിവർത്തിപ്പിക്കുകയുമാണ് അമ്പിയാക്കന്മാർ പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബിയും ആ ദൗത്യ നിർവഹണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ലോകത്തെ ഒന്നായി കാണുന്നു, മാനവരാശിയെ ഒന്നായി കാണുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരേക്ക് വന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ എല്ലാം ഒന്നായി കാണുകയും അവരുടെ എല്ലാം പ്രബോധനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പിന്തുടർച്ചയോടുകൂടി വല്ലദീ യൗഹൈനാ ഇലൈക മിൻ കിതാബിൻ ഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറും ബസീർ. വല്ലദീ യൗഹൈനാ ഇലൈക മിനൽ കിതാബ്, പ്രവാചകരെ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ വേദഗ്രന്ഥം മുസദ്ദിഖൻ ലിൽ ഹഖ്, അത് സത്യമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഈ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിന് മുമ്പ് അള്ളാഹു പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച
ആ വേദഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്ത വിശ്വാസവും ലക്ഷ്യവും ബോധവും പ്രവർത്തനവുമൊക്കെ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ, അള്ളാഹു അവൻ്റെ അടിമകളെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനാണ്. ആ അറിവും പരിചയവും അള്ളാഹുവിനുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ മനുഷ്യരെ ഒന്നായി കാണുകയും മതപ്രബോധകന്മാരെ ഒന്നായി കാണുകയും എല്ലാവരും ഒരേ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിയോഗിതരാണെന്നും അടിസ്ഥാനപരമായി ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച വിശ്വാസം, സാലി നബി അലൈഹിസ്സലാം പഠിപ്പിച്ച വിശ്വാസം, ഹൂദ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ച വിശ്വാസം, ഈസാ നബി അലൈഹിസ്സലാം വരേക്കുള്ള അല്ലാഹുവിൻ്റെ ദൂതന്മാർ പഠിപ്പിച്ച അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ലോകാവസാനം വരെ വരുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ നന്മയ്ക്കു വേണ്ടി ജീവിതത്തിലെ ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ഇന്നി യഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ അലീം, ഞാൻ ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന ആ ദൃഢവിശ്വാസത്തോടുകൂടിയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പൂർണ്ണമായി മനുഷ്യവർഗത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി 10-23 കൊല്ലക്കാലം ഒരു മിനിറ്റും നഷ്ടപ്പെടുത്താതെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യ സമൂഹത്തിന് നന്മ ചൊരിഞ്ഞ, മനുഷ്യരെ മനുഷ്യർ ഉണ്ടാക്കി തീർത്ത എല്ലാതരം ഭാരങ്ങളിൽ നിന്നും ചങ്ങലകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ്റെ യഥാർത്ഥ വിശ്വാസങ്ങൾ, പഠിപ്പിച്ച വിശ്വാസങ്ങൾ, നിലപാടുകൾ നാം പഠിക്കുകയും സമൂഹത്തിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുക എന്ന ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള സമയബന്ധിതമായ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ നാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കുമെതിരെ നടക്കുന്ന എല്ലാതരം എതിർപ്പുകളെയും ബുദ്ധിപൂർവം തരണം ചെയ്യുവാനും വിജയത്തിലെത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.